സംസാരിക്കാനുണ്ട്. അതാണ് നമ്മളോട്. ഇപ്പം ആര് പറയുന്നു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വചനം ദൈവമായിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എടുക്കുമ്പോൾ അതിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ സന്ധിമജ്ജകളെ തുളച്ചു കയറി ചെല്ലുന്നതാണ്, ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതാണ്. ഇതൊക്കെ കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ആര് പറഞ്ഞാലും അത് നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ സാധാരണ അധികം ആരും പറയാത്തൊരു വചനമാണ് ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1 പത്രോസ് 5:10. ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നു. ഇനി അടുത്തത് എന്നെ വായിച്ച് സഹായിക്കണം. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ ഒരു വചനം ദൈവം തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട പലരുടെയും ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേരുമ്പോൾ ഇതാ ഒരു ആപ്തവാക്യമായിട്ട് ദൈവം ഇത് തന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വായായിരിക്കുവാന് നിന്റെ വചനം ജനത്തിന്റെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകുന്നതായിരിക്കാൻ സഹായിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇതിനകത്ത് അപ്പോസ്തലനായ പത്രോസ് എഴുതുന്ന ലേഖനമാണിത്. ഈ പത്രോസ് എന്തോ ഇപ്പം നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ, നമ്മൾ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മൾ വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ, രോഗങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ഭൗതിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവേ ഇതിനൊന്നിനും ഒരു അവസാനമില്ലയോ എന്ന്. ഇപ്പം തോമസ് പാസ്റ്റർ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഭൗതികമായിട്ട് ഞെരുങ്ങുന്നുണ്ട്. ഇതൊക്കെ ഓർക്കും ഇതിനൊന്നിനും ഒരു അവസാനമില്ല എന്ന്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഭക്തരായ വിശ്വസ്തരായ ക്രിസ്ത്യാനികളോട് അവരോട് പറയുന്ന ഇതാണ്. ഒരു വിശാലമായ ഒരു സബ്ജക്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിത്യതയെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റുമോ? നിത്യതയെപ്പറ്റി ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങളൊന്നും ഒരു സാരമില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ഇഞ്ചക്ഷനൊക്കെ, ഞാനൊരു നേഴ്സായിരുന്നല്ലോ, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോഴേക്ക് പറയും സാരമില്ല, ഇത്തിരി ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെയുള്ളൂ, ഇച്ചിരി വേദന. അപ്പം നിത്യതയെപ്പറ്റി ഓർക്കും. നിത്യത എന്ന് പറയുന്നത് നമ്മൾ 1, 2, 100, 1000 വർഷമാണ്. അല്ല, നിത്യത എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 2 സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതെന്ന് അവസാനിച്ചിട്ട് ജോയിൻ ചെയ്യുമോ, അതാണ് നിത്യത എന്ന് ആൾക്കാർ പറയുന്നത്. 2 ലൈനുകൾ ഒരിക്കലും ഒന്നിച്ച് വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. അത്രയുമാണ് നമ്മുടെ നിത്യത. എന്നാൽ നമ്മൾ ഈ 50, 60, 70, 100 വർഷം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടേതാണ് ഇതെല്ലാം എന്ന്. പക്ഷെ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മളെ അല്പസമയത്തേക്ക് ആക്കിയിരിക്കുകയാണ്. നമ്മളെ ഒരു വിരുന്ന് വീട്ടിൽ പോയാൽ, ഒരു വീട്ടിൽ വിരുന്നിന് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അധികം സമയം താമസിക്കത്തില്ല. ഒരാഴ്ചയോ അല്ലെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങി പോകേണ്ടതാണ്. അതുപോലെ കർത്താവ് നമ്മളെ ഒരു ചില കാലത്തേക്ക് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങ് കുടിയിരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അല്പവേല തകച്ചിട്ട് നമ്മൾ ആ ജീവനെ തന്ന ഉടയവൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന്. അതാണ് സാധാരണ ഇതാരും അങ്ങനെ എടുത്ത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് തന്നിരിക്കുന്ന, ഇന്ന് കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ആ ഹൃദയത്തിൻ്റെ ആ ആഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളെ കർത്താവിനെ പിൻപറ്റുന്നവർക്ക്, നമ്മളെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, നമ്മൾ മാനസികമായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കാം, നമ്മൾ ഭൗതികമായിട്ട് ഞരങ്ങുന്നവർ. എന്ന കർത്താവ് പറയുന്നത് ദൈവത്തോട് കൂടെ നമുക്കൊരു നിത്യവാസമുണ്ട്. നമ്മുടെ ഈ കഷ്ടതകളൊക്കെ നമ്മൾ തീർന്നു പോകും. പിന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 21:4 നമുക്കൊന്ന് വായിക്കാം. അതില് കർത്താവ് പറയുന്നത് എന്താണ്? 21:4. ഒരാള് വായിക്കണേ. പിന്നെ ആരെങ്കിലും ഒരാള് തന്നെ അത് വായിക്കണേ. അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകയില്ല. മതി. പറഞ്ഞിരിക്കുന്ന എന്താ? ഈ നമ്മുടെ ഈ കഷ്ടതകളിലെല്ലാം
അവൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ഒരു കുഞ്ഞ് കരയുന്ന ഉടനെ നമ്മൾ ആ കൊച്ചിനെ എടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് സാരമില്ല മോനെ, സാരമില്ല മോളെ എന്ന് നമ്മൾ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് പറയുവാണ്, സാരമില്ല മോനെ, നീ ഇന്ന് കടന്നുപോയ ആ പ്രശ്നങ്ങളൊക്കെ അത് സാരമില്ല, നീ എന്നോട് കൂടെ നിത്യതയിൽ വസിക്കാനുള്ളവനാണ്. നമ്മളൊന്ന് ആ നിത്യതയെപ്പറ്റി ഒന്ന് ചിന്തിച്ച്, നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി ബ്രൂഡ് ചെയ്യാതെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിശാലതയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോഴും നമ്മുടെ ഈ ചെറുതായിട്ടുള്ള ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. പറയാൻ എളുപ്പമെന്ന് തോന്നും, പറയാൻ എളുപ്പമല്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോ ദിവസവും, ഈ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ക്രിസ്ത്യ ജീവിതത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഒരു ദിവസമൊന്നും വരുന്നതല്ല. അതുകൊണ്ടാണ് ഭക്തന്മാര്, കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ കഷ്ടം സഹിച്ചപ്പോഴും ഇതൊന്നും ഒരു സാരമില്ല എന്നും പറഞ്ഞ് തങ്ങളുടെ ശിരച്ഛേദം ചെയ്തു, പിന്നെ ജീവനോടെ തൊലി ഉരിച്ചു, തല കീഴായിട്ട് ക്രൂശിക്കപ്പെട്ടു. ഇതൊക്കെ അവരെന്തുവാ സന്തോഷമെന്ന് എന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ, നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രയാസങ്ങൾ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ, അയ്യോ എൻ്റെ വീട് വിറ്റില്ലല്ലോ, എൻ്റെ മോടെ കല്യാണം നടന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടിയില്ലല്ലോ, എനിക്കൊരു വീട് പണിതില്ല, ഇതൊക്കെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നു. എന്നാൽ കർത്താവ് പറയുന്ന എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനായിട്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് കൊടും ക്രൂരനെയും അത് ഒരു പുലിയെ പോലെ നിന്നവനെ ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ പോലെ ആക്കുന്ന എന്താ? ഈ ജയിൽ മിനിസ്ട്രികളെ ഓർത്ത് നമ്മൾ വളരെ വാസ്തവമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരിയായിട്ട് നമ്മൾ ഈ ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഒരു ദിവസം കണ്ടു, ഇവിടെ ടെന്നസിയിലെ ഒരു ജയിലിൽ അനേക പ്രിയപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെടുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ. അങ്ങനെയുള്ള കൊടും ക്രൂരരെ അവർക്ക് അലമുറ അരച്ചുകൊണ്ട് അവർ ചെയ്ത കുറ്റത്തിന് വേണ്ടി ജയിലിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കഷ്ടതയൊക്കെ തീരും, ഈ ജയിൽവാസമൊക്കെ തീരും. എന്നാൽ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ആ ജീവന് വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവരെ അതിനു വേണ്ടി. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെയായിരിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാനായിട്ട്, ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ട്. നമുക്ക് പോയി പറ്റാത്തടത്താണ് ഈ അനേക ദൈവദാസന്മാർ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് കടന്നുപോയി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി അവരെ അയക്കുമ്പോൾ, ഒരു ചെറിയ തുക അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, അവർ നേടുന്ന ആത്മാക്കൾ നിത്യതയിൽ കാണുമ്പോൾ പറയും, ഈ സഹോദരി അല്ലെ ഈ സഹോദരൻ മൂലമാണ് ഞാനിന്ന് നിത്യതയിൽ ആയിരിക്കുന്നത്. അപ്പം നമുക്കവിടെ ഒരു പ്രതിഫലമുണ്ട് അതിന്. നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി ആയിരിക്കണം എന്നല്ല. ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ട ഈ ദിവസങ്ങളിൽ, പട്ടണങ്ങൾ വിടുവിക്കപ്പെടേണ്ട, നമ്മളെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ. കാരണം ദുഷ്ടപിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ ദൈവമക്കളും ദൈവകൃപയിൽ നിന്ന് വീണു പോകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ശലോമോനെ പറ്റി വായിച്ചപ്പോൾ, ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തു. ശലോമോന് മുൻപ് അതുപോലെ ജ്ഞാനം ഉണ്ടായിട്ടില്ല, ശലോമോന് പിന്നെ ജ്ഞാനം ഉണ്ടായിട്ടില്ല. ദൈവം 2 വട്ടം ശലോമോനോട് സംസാരിച്ചു. എന്നാൽ കർത്താവിൻ്റെ ജീനിയോളജിയിൽ ശലോമോനെ നമ്മൾ കാണുന്നില്ല. അത്രയും ദൈവകൃപയിൽ നിന്നിട്ട്, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് അരുളപ്പാടുണ്ടായിട്ട് ദൈവം സംസാരിച്ച് ആ ശലോമോൻ ഇതൊക്കെ ഉണ്ടായിട്ട് അവസാനം വിഗ്രഹാരാധിയായി തീർന്നു. കാരണം അങ്ങനെ നിന്ന ശലോമോൻ അങ്ങനെ പോകുമെങ്കിൽ ഈ ദൈവമക്കളെ നമ്മൾ എന്തുള്ളൂ? ദൈവകൃപയിൽ നമ്മൾ എത്രമാത്രം വർദ്ധിച്ചു വന്നാലാണ് നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഞരങ്ങാനായിട്ടല്ല ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവായിട്ട്, കർത്താവ് പോയപ്പോൾ പരിശുദ്ധാത്മാവായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്താൻ വേണ്ടി, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും കൂടാതെ അനേകർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് ഈ കഷ്ടങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾ കഷ്ടപ്പെടുമ്പോൾ
അവർക്ക് നമ്മളൊരു ആശ്വാസവാക്ക് പറയുന്നത് അത് മതിയേ ചില സമയങ്ങളിൽ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത സ്ഥാനത്ത് വേണമെങ്കിൽ എനിക്ക് VA ഹോസ്പിറ്റലിൽ പോയി കുറെ കൂടെ പൈസ ലഭിക്കാൻ. എന്നാൽ അവിടെ എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അനേകരോട് സുവിശേഷം പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ അവരുമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ അത് പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൂണ്ട് കെയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പറയുന്നു ഞാനിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോഴേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുമെന്നുള്ളതാണ്. നമ്മളങ്ങനെയൊന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് അവർ അയ്യോ എന്നെ കരുതുന്ന ഒരാൾ എന്നെ സ്നേഹിക്കുന്ന അപ്പം നമുക്ക് അതിനുള്ള ഒരു കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി പറയാനുള്ളത്. അവരെത്ര പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ദൈവഭാവത്തേക്ക് നയിച്ചത് നമുക്കവിടെ കാണാൻ പറ്റും. ഈ പൗലോസ് പിന്നെ തൻ്റെ കഷ്ടതയിലൊക്കെ പറയുന്നു, ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോഴും പറയും എനിക്ക് സഭയെക്കുറിച്ചുള്ള ഭാരമുണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഈ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2:10 നമുക്കൊന്ന് വായിക്കാം. തിമോത്തിയോസ് 2:10. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഓക്കെ. ഇവിടെ പൗലോസ് ഈ ലേഖനം തിമോത്തിയോസിന് എഴുതുമ്പോഴേക്ക് പറയുന്നത് എന്താ? പൗലോസിന്റെ കഷ്ടത എന്തുവായിരുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി, കഷ്ടത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുയേശുവിലുള്ള രക്ഷ, ആ നിത്യരക്ഷ അത് വൃതന്മാർക്ക് ലഭിക്കേണ്ടതിനാണ് താൻ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ. ജനത്തിന് വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണ് പൗലോസ് സഹിച്ച കഷ്ടതയൊക്കെ എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 1:6 പറയുന്നത്, അതിൽ നിങ്ങൾ 1 പത്രോസ് 1:5 തൊട്ടൊന്ന് വായിച്ചാണ്. 1 പത്രോസ് 5:1, 5, 6, 4 തൊട്ട് വായിക്കണം. 4 തൊട്ട്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുന്നുവെങ്കിലും ആനന്ദിക്കുന്നു. എങ്കിലും അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന ചെയ്യുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. കാരണം ഈ പിന്നെ ഭക്തന്മാര്, അപ്പൊ കർത്താവിന്റെ അപ്പോസ്തോലന്മാര്, കർത്താവിനോട് കൂടെ നടന്ന ഈ പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നത് ഈ അല്പകാലത്തെ കഷ്ടമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, അതിനെ ആ നിത്യ തേജസ്സിനെ പറ്റിയാണ് പത്രോസും പൗലോസും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ പിന്നെ പ്രത്യാശയുള്ള വാക്കുകൾ കൊണ്ടാണ് പലപ്പോഴും ഈ കഷ്ടം അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം പോലെ അല്ല ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിച്ച കഷ്ടങ്ങൾ. അങ്ങനെ കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പത്രോസും പൗലോസും ഒക്കെ ലേഖനങ്ങൾ എഴുതി ഈ ദൈവഭക്തന്മാരെ കർത്താവിൻ്റെ നാമത്തിനെ കഷ്ടം സഹിക്കുന്നത്. അത് പ്രശ്നമില്ല. ഇനി നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ് നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:1 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ അതിലൊന്നും കലങ്ങിപ്പോകരുതെന്ന്. കാരണം നമ്മളിവിടെ നിത്യവാസമുള്ളവരല്ല. നമുക്ക് കർത്താവ് കുറേ നാളത്തേക്ക് നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭവനമുണ്ട്. ഇപ്പം നമ്മൾ ഭവനമില്ലാതെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് നമുക്ക് നിത്യമായിട്ടൊരു ഭവനം ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടാണ് കർത്താവ് പിന്നെയും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമുക്ക് വരുന്ന പ്രശ്നങ്ങളിലൊന്നും, ഈ നിരാശയിലൊന്നും ഭാരപ്പെടണ്ട. നെടുവീർപ്പ്, ദുഃഖം, നിരാശ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്.
എന്നാൽ അതൊക്കെ ഈ പിശാച് എടുക്കുന്ന ഒരു തന്ത്രമാണ് ഇതിലൊക്കെ നമ്മളെ തളർത്തിക്കളയുക എന്നുള്ളത്. നിരാശ വരുമ്പോഴേ അവനിങ്ങനെ പിന്നെ അവൻ്റെ നിഗൂഢമായ അജണ്ടയാണ് ഇതൊക്കെ. കുറേശ്ശെ ഓരോ നിരാശ ഇട്ടുകൊണ്ട് ജോലിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട് വിൽക്കുന്നില്ല, പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആകുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരെ പോലെ, ലോകത്തിലുള്ള ആൾക്കാരെ പോലെ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവത്തിലുള്ള ആശ്രയം കുറച്ച് കഴിയുമ്പോൾ, നമ്മുടെ ദൈവവിശ്വാസം കുറച്ച് കഴിയുമ്പോൾ ശത്രു അവിടെ ജയം നേടുകയാണ്. ശത്രുവിന് ജയം നേടുക്കാൻ നമ്മുടെ പ്രത്യാശ ഭംഗം വന്നാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രശ്നങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിനെ വിട്ടുമാറത്തില്ലെന്നുള്ള ആ ഒരു ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇസ്രായേൽ ബാലന്മാർ തീയിൽ കൂടി നെബൂഖദ്നേസർ വലിയ ബിംബത്തെ ഇട്ടു, ആമേൻ. സ്തോത്രം. അവരെ തീയിലേക്കിട്ടു. പറഞ്ഞ എന്തുവാണ്? അയ്യോ, ഞങ്ങൾ ജീവനെ പറ്റി പേടിക്കും, ഞങ്ങൾ നമസ്കരിച്ചോളാം എന്ന് പറഞ്ഞില്ല. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന്. ആ ഒരു തൻ്റെ ഇടം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ കൊച്ചു പിള്ളേരെ വെച്ച് നമുക്കതില്ല, നമുക്ക് ആ ടോയില്ല, നമുക്ക് ഈ ടോയില്ല എന്നല്ല. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മൾ ഉണരണം. ഇന്ന് കണ്ട അനുഭവം കണ്ടില്ലേ? ഇന്നലെ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഇത് നമുക്ക് സംഭവിച്ചു കൂടാന്നില്ല. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കണം? നമ്മുടെ നിത്യത നമ്മൾ എവിടെ കഴിക്കുമെന്ന് ഈ ഭക്തന്മാരായി പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ദൈവരാജ്യത്തിൽ കാണത്തില്ല, നമ്മൾ കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണുമെന്ന്. അതാണ് അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതിന് വേണ്ടി ഞരക്കിക്കൊണ്ട് നമ്മൾ പ്രയാസപ്പെടാതെ ഓരോ ദിവസവും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവം വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലാം. ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ വാസ്തവമായിട്ട് ഹൃദയഭാരത്തോടെ ദൈവത്തിൻ്റെ വചനം, പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കും. എനിക്ക് അനേക പ്രാവശ്യങ്ങളിൽ അനുഭവമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഡേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ എഴുതി വെക്കും. നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കുക. ആ പേജിൽ നിന്ന് ഇങ്ങനെ ദൈവം ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുകയാണോ എന്ന് നമുക്ക് അനുഭവപ്പെടും. അതിൽ നമ്മുടെ എന്ത് തന്നെ വിഷയമായിക്കോട്ടെ, നമ്മൾ നിരാശപ്പെടരുത്. നിരാശ എന്ന് പറയുന്ന ദുഷ്ടം കൊണ്ടുവരുന്ന ഒരു കെണിയാണ്. നിരാശ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ദുഃഖവും നെടുവീർപ്പും എന്നാൽ കഴിഞ്ഞ കാലത്തെ ഭക്തന്മാർ എന്തുകൊണ്ടാണ് അവർ പട്ടിണി കിടന്നപ്പോഴും അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു, വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. കാരണം ഇതുകൊണ്ടാണ്, വരുന്ന പ്രത്യാശയെപ്പറ്റി ഓർത്തിരുന്നത് കൊണ്ടാണ് അവരുടെ ആ കഷ്ടങ്ങളിൽ അവർ സഹിച്ച്. രോഗങ്ങൾ, പൗലോസ് തന്നെ 3 പ്രാവശ്യം ദൈവത്തോട് തൻ്റെ ശൂലം മാറാൻ പറഞ്ഞു. ചില സമയത്ത് ദൈവം നമ്മളെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും കർത്താവ് പറഞ്ഞ എന്താ? എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയെന്നിരിക്കത്തില്ല, എന്നാൽ അത് സഹിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതാണ് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് ഉറുമാലൊക്കെ കൊണ്ടുപോയിട്ട് അനേകർ സൗഖ്യമായി എന്ന് പറഞ്ഞു. പത്രോസ് കടന്നു പോകുമ്പോൾ തൻ്റെ നിഴല് വീണിട്ട് രോഗികൾ സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ള ആ പത്രോസിനെ ആ ക്രൂശീകരണത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് പറ്റാതിരുന്നത്? ചില സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അവിചാരിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നുമില്ല. ദൈവത്തിന് അതിനെക്കുറിച്ച് ഓരോ പ്ലാനും പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, അതിൽ നിരാശപ്പെട്ടു പോകാതെ നമ്മൾ അവനിൽ ആശ്രയിക്കാനും നമ്മുടെ കഷ്ടങ്ങൾ അല്പസമയത്തേക്കുള്ളെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിരാശ തോന്നുന്ന അനുഭവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. അതിൽ തന്നെ എല്ലാം ദൈവം പുതുതാക്കുന്ന ഒരു ദിവസവും, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നെന്ന് ദൈവം ഓരോ സമയത്തും പറയുന്നുണ്ട്. നമുക്ക് 130-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. 130-ന്റെ 7. ഇസ്രയേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. സ്തോത്രം. അതെ,
അപ്പൊ നമ്മളിങ്ങനെ ഈ കഷ്ടം സഹിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. അപ്പൊ ഇസ്രയേലിനോട് ദൈവം ഇവിടെ സംസാരിച്ചേക്കിന് ദൈവമക്കളായി നമ്മളോട് ഓരോരുത്തരോടുമാണ് ഇത് സംസാരിക്കുന്നത്. യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, നിന്റെ ദൈവത്തില് ആശ്രയം വെച്ചുകൊള്ളുക, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. നമ്മൾ സജദേവ് പാസ്റ്റ് ഇപ്പോൾ പറഞ്ഞു താൻ ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നു, പലപ്പോഴും മെഡിസിൻ എടുത്തിട്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവകൃപ നമ്മളെ ധരിപ്പിക്കും. അതാണ് ചിലപ്പം രോഗം സൗഖ്യമായെന്നിരിക്കത്തില്ല, എന്നാൽ അതിൻ്റെ നടുവിൽ പതറിപ്പോകാതെ നിൽക്കുവാനുള്ള ദൈവകൃപ, ദൈവത്തിന്റെ കൃപ ദൈവം പകർന്നു തരും. നമ്മൾ അവനെ കൂടുതൽ ആശ്രയിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോഴാണ് നമ്മുടെ നിരാശ മാറിപ്പോകുന്നത്. ഈ ശത്രുവിന്റെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ധൈര്യം ക്ഷയിപ്പിച്ച് കളയും. നമ്മുടെ ധൈര്യം ക്ഷയിപ്പിച്ച് കളയുമ്പോഴേക്ക് നമ്മൾ എന്തോ ഇനിയും പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ദൈവത്തിലുള്ള ആശ്രയം കുറയ്ക്കുന്നത്. ശത്രുവിന്റെ ഗടിയിൽ നമ്മൾ വീണു പോകരുത്. ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരായിരിക്കണം. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. നമ്മൾ സാത്താന്റെ തന്ത്രങ്ങൾ സാത്താൻ വിചാരിക്കുന്ന എന്താ, നമ്മൾ പ്രാർത്ഥനയൊക്കെ നിർത്തി വെച്ചിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് യോബ് മാതൃകയായിരിക്കേണ്ടത്. ഭാര്യ ചെന്ന് പറഞ്ഞു, നിന്റെ വിശ്വാസം നീ ഇനിയും പിടിച്ചുകൊണ്ടിരിക്കുവാണോ? ഞാൻ അതൊന്നും എടുത്ത് വായിക്കുന്നില്ല. അതൊന്നും, നിന്റെ വിശ്വാസം നീ ഇനിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ തള്ളി പറഞ്ഞ് ഉപേക്ഷിക്കും. അപ്പം ജോബ് പറയുന്ന എന്താ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചതുപോലെ തിന്മ അനുഭവിക്കരുതോന്ന്. അങ്ങനെയുള്ള വിശ്വാസം ഇതെന്തിനാണ് ഇതൊക്കെ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ബുദ്ധിപദേശത്തിനാണ്. നമ്മൾ ഈ ചെറിയ കഷ്ടങ്ങളിൽ കൂടി, നിരാശകളിൽ കൂടി, പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിന്റെ വചനങ്ങളൊക്കെയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമുക്ക് 103-ാം സങ്കീർത്തനത്തിന് 1-2 കൂടെ ഒന്ന് വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശ്നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അതെ, ഇതിങ്ങനെ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളൊന്നുമല്ല. നമ്മൾ നിരാശ തോന്നുമ്പോൾ, നമ്മൾ ദുഃഖവേളകളിൽ, നമ്മുടെ രോഗങ്ങളിൽ നമ്മളിതൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മൾ ഉരുവിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിയിലേക്ക് വാഴുമ്പോൾ അതിൻ്റെ നമ്മുടെ സന്ധിമഞ്ചകളെ ബലപ്പെടുത്തുന്നത്, നമ്മുടെ ഓരോ സെല്ലുകളെയും ബലപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇതൊരു ഔഷധം പോലെയാണ് നമ്മൾ ശരീരത്തിന്. നമ്മൾ ഔഷധം ഉപയോഗിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്നു, നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നു. കാരണം അവന്റെ വിട്ടുമാറാത്ത സ്നേഹം ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മളെ ഗ്രഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ കഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ടത്. ഈ കഷ്ടങ്ങളൊക്കെ നമ്മൾ തന്ന് അതിൻ്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കും. ഏറ്റവും ധൈര്യശാലികൾ പോലും ധൈര്യഹീനരായി തീർന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വായിക്കുന്നില്ല. ഏലിയാവ് കർമ്മേലിന്റെ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാരെ ഈ പ്രവാചകന്മാരെ എല്ലാം കൊന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് തീ ഇറക്കി, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി, യാഗപീഠവും അതിന് ചുറ്റുമുള്ള വെള്ളം എല്ലാം വറ്റിച്ച് എല്ലാം കഴിഞ്ഞിട്ട് മഴയും പെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇസബേൽ പറഞ്ഞു, നാളെ നീയും ഇവരിൽ ഒരുത്തനെ പോയി. ഇത്രയൊക്കെ അത്ഭുതം പ്രവർത്തിച്ച ഈ ഏലിയാവ് പേടിച്ചോടിപ്പോയി. പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയി ചൂരച്ചെടിയുടെ ചോട്ടിക്കടന്ന് നമ്മൾ കാണുന്നു. അപ്പം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. ഇത്രയൊക്കെ അത്ഭുതം പ്രവർത്തിച്ച് ഈ ധീരനായ ഏലിയാവ് ക്ഷീണിച്ചു പോയി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ശത്രുവായവൻ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇതിലൊന്നിലും നമ്മൾ പതറരുത്. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളോട് പറയുന്നത് എന്താണ്? അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ നിത്യ തേജസ്സിനായിട്ട് ഒരുക്കുന്നെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കൂടെ വരുന്ന ഈ നിരാശകളൊന്നും, കാരണം നമുക്ക് അവനെപ്പറ്റി, അവൻ നമ്മുടെ സൗഖ്യദായകനാണ്, നമ്മളെ സൂക്ഷിക്കുന്നവനാണ്. നമ്മുടെ ഇതിൽ അവൻ നമ്മുടെ
അവൻ നമ്മളെ വിടുവിക്കുന്നവനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്. ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെക്കാളും കർത്താവിൻ്റെ നാമം വലിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുമെന്ന്. ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് വരാനായിട്ട് ആസന്നമായി. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കടന്നു പോകുന്ന ഈ ദുഃഖവേളകളിൽ ഇതൊക്കെ തീരാൻ സമയമായി. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ നമ്മുടെ ആശ്രയം. നമ്മുടെ നിസ്സാരമായ ഈ ചില സമയത്ത് നമ്മൾ കൊച്ചു പിള്ളേരെ പോലെ ആകാതെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മളെ തന്നെ ചെലവഴിക്കാം. നമ്മൾ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ കരമൂർത്തിടുമ്പോൾ കൂടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.